Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ യൂസിങ് TPDT സ്വിച്ച് എന്ന് പറഞ്ഞിരുന്നു, മോട്ടർ ഒന്ന് കാണിക്കാത്തതിൻ്റെ എന്നൊക്കെ അദ്ദേഹം ഒരു കമൻറ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കേഷൻ ആണ്, എന്തായാലും നോക്കാം, അത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് ഇന്നിപ്പോൾ മോട്ടറോട് കൂടി തന്നെ നമ്മളെ വീഡിയോ കാണിക്കുകയാണ്. അപ്പം ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, എന്തിനാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് അറിയാമല്ലോ. സ്റ്റാറിലേക്ക് ഇടുമ്പോൾ കറണ്ട് 1/3 ആയിട്ട് √3 ആയിട്ട് കുറയും. അപ്പോൾ അതിനും കൂടെ ചേർത്തുകൊണ്ടുള്ള നമുക്ക് എങ്ങനെയാണ് കറണ്ട് സ്റ്റാർട്ടിങ് കറണ്ട് കുറച്ച് പിന്നെ അത് ഡെൽറ്റയിലേക്ക് മാക്സിമം സ്പീഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് സ്റ്റാർട്ടർ എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റാറിലേക്ക് മാറ്റുക. ഇത് ഇന്നും എന്താണ് നമ്മളൊരു സ്വിച്ച് വെച്ച് TPDT സ്വിച്ച് വെച്ച്, അതായത് ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് വെച്ച് ഈ സ്റ്റാർട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആദ്യം ആ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോകാം. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടർ ഉണ്ട്, പിന്നെ 3 സപ്ലൈ, 3 വൈൻഡിങ്, അതായത് മോട്ടറിന്റെ 3 വൈൻഡിങ് A1 A2 B1 B2 C1 C2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അറിയുന്നത് ഇതില് നമുക്ക് എന്ത് ചെയ്യാം, R ഫേസ്, Y ഫേസ്, B ഫേസ് എന്ന് പറഞ്ഞ 3 ഫേസുകള്, റെഡ് യെല്ലോ ബ്ലൂ ഫേസുകള് നമ്മുടെ ഈ സ്വിച്ചിന്റെ A1 B1 C1 എന്ന് പറയുന്ന ടെർമിനലിലേക്കും അടുത്ത അതേ ഫേസുകളിനെ R ഫേസ് A1ലേക്ക്, Y ഫേസ് B1ലേക്ക്, B ഫേസ് അതായത് ബ്ലൂ ഫേസ് C1ലേക്ക് കൊടുക്കുക. A2 B2 C2 ഇവിടെ ഇപ്പൊ ഫ്രീ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതില് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ ആ 3 ടെർമിനലുകൾ എക്സ്ട്രാ ഉണ്ട് സ്വിച്ചിന് പോരാഞ്ഞിട്ട്, സ്വിച്ചിന്റെ 6 ടെർമിനലുകൾ 9 ടെർമിനലുകൾ അല്ലാതെ 3 ടെർമിനലുകൾ എക്സ്ട്രാ ഉണ്ട്. അതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ A2വിൽ നിന്നും, അതായത് റെഡ് ഫേസിന്റെ സ്വിച്ചിന്റെ അടുത്ത ടെർമിനലിൽ നിന്നും നമ്മൾ നേരെ കോമൺ ടെർമിനലിൽ നിന്നും ഫസ്റ്റ് റെഡ് ഫേസ് വരുന്ന സ്വിച്ചിന്റെ കോമൺ ടെർമിനലിൽ നിന്നും നമ്മൾ B2വിലേക്കും, അതുപോലെ Y ഫേസ് വരുന്ന ആ സ്വിച്ചിന്റെ കോമൺ ടെർമിനലിൽ നിന്ന് നമ്മൾ C2വിലേക്കും, അതുപോലെ ബ്ലൂ ഫേസ് വരുന്ന ടെർമിനലിന്റെ കോമൺ ടെർമിനലിൽ നിന്ന് നമ്മൾ A2വിലേക്കും കണക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ താഴെയുള്ള 3 ടെർമിനലിനെ നമ്മൾ ഷോർട്ട് ചെയ്തും വെച്ചു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് C2വും നമ്മൾ ഷോർട്ട് ചെയ്തതിന്റെ ഒരു ടെർമിനലുകളും B2വും നമ്മൾ ഷോർട്ട് ചെയ്തതിന്റെ അടുത്ത ടെർമിനലും അടുത്ത A2വും ഷോർട്ട് ചെയ്തതിന്റെ അടുത്ത ടെർമിനലും നമ്മൾ ഷോർട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ നോക്കുക, ഞാനിപ്പോ ആരോ കാണിച്ച് ഡെൽറ്റ മുകളിലേക്ക് 2 സ്റ്റാർ താഴേക്ക് 1 കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സ്വിച്ച് താഴേക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ കോമൺ ടെർമിനലുകൾ A2 B2 C2യിലേക്ക് എത്തും. അവിടെ ഓൾറെഡി ആ A2 B2 C2വിനെ താഴത്തെ 3 ടെർമിനലുകൾ കൊണ്ട് ഷോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ A2 B2 ഷോർട്ട് ആവുകയും A1 B1 C1ലേക്ക് ഓൾറെഡി സപ്ലൈ ചെല്ലുമ്പോൾ നമ്മളിത് സ്റ്റാർ പോയിന്റ് ആയിട്ട് മാറിയിട്ട് A2 B2 ഷോർട്ടായി A1 B1 C1 3 സപ്ലൈസും കിട്ടി സ്റ്റാർ ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ഇതിനെ നമ്മൾ മുകളിലേക്ക് അപ്പ് ചെയ്യുമ്പോൾ അത് ഡെൽറ്റയിലേക്ക് മാറും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ A1ന്റെ അതായത് റെഡ് ഫേസ് A2വിന്റെ ആ ഫസ്റ്റ് സ്വിച്ചിന്റെ കോമണിൽ വന്നിട്ട് നേരെ B2വിലേക്ക് പോയി, അതായത് A1 B2 ഷോർട്ടായി. അടുത്ത സ്റ്റെപ്പ് B1 C2 ഷോർട്ടായി. അതിന്റെ അടുത്ത സ്റ്റെപ്പ് C1 A2 ഷോർട്ടായി. അപ്പൊ ഇങ്ങനെ ആയപ്പോൾ അത് ഡെൽറ്റയിലേക്ക് മാറി. ഓരോ കോയിലിനും അക്രോസ് 2 ഫേസും വന്നു. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഒരു കാരണവശാലും ആദ്യം സ്റ്റാറിലാക്കാതെ ഡെൽറ്റയിലേക്ക് അടിച്ചു കൊടുക്കരുത്. അത് സ്റ്റാറിലേക്ക് പോവുക, ഒരു മിനിമം 4-5 സെക്കൻഡ് എങ്കിലും വെയിറ്റ് ചെയ്യുക, അതിനുശേഷം അത് ഡെൽറ്റയിലേക്ക് സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇതാണ്. ഇനി നമുക്ക് അതിന്റെ വർക്കിംഗ് വീഡിയോ എന്ന് കാണാം. ഓക്കെ, നമ്മുടെ കണക്ഷൻ ഡയഗ്രാമുകളെല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മോട്ടർ കാണാം. ഇതൊരു 3 ഫേസ് സ്ക്വറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. നമുക്ക് അതിൻ്റെ ഫ്രെയിം ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. നോക്കിക്കുക, അതിനകത്തോട്ട് 1430 RPM ഉണ്ട്, 7.5 ആംപിയർ, 415 ±10%, ഫ്രീക്വൻസി 50 Hz, KW 3.7. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ. ഇത് കിർലോസ്കറിൻ്റെ മോട്ടറാണ്, പ്രൈമ. ഇനി നമ്മൾ മുമ്പൊരു വീഡിയോ കണ്ട ഇതേ ഒരു പാനലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ മാനുവൽ ഒന്നും ഇവിടെ യൂസ് ചെയ്തില്ല. പകരം ഇപ്പോൾ നമ്മൾ പുതിയ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്
നമ്മുടെ ഒരു TPDT, അതായത് ട്രിപ്പിൾ പോൾ ഡബിൾ ത്രോ സ്വിച്ച് വെച്ച്, ഇതാണ് നമ്മുടെ TPDT സ്വിച്ച്, ട്രിപ്പിൾ പോൾ ഡബിൾ നൈസ് സ്വിച്ചാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളതിനെ കണക്ഷൻ വയർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ടറിന് പകരമായിട്ട് സ്റ്റാറിലേക്കും ഡെൽറ്റയിലേക്കും മാറുകയാണ്. ഇവിടെ സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഡെൽറ്റയുണ്ട്. നമ്മളിത് കോമൺ പോയിൻ്റാണ്. അതേപോലെ അതുപോലെ A1 A2 B1 B2 A1C എല്ലാം എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് അടിക്കുമ്പോൾ സ്റ്റാർ ആവും, ഒറ്റ അടിക്ക് പെട്ടെന്ന് ഡെൽറ്റയിലോട്ട് മാറ്റണം. ഓക്കെ, ഇപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണത്തോടെ നമ്മൾ സ്റ്റാർ ഡെൽറ്റ വയറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഒരു വോൾട്ട്മീറ്റർ, ഒരു അമ്മീറ്ററുമാണ്. അപ്പോൾ 7.5 ആംപിയർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 10 ആംപിയറിൻ്റെ ഒരു അമ്മീറ്റർ വേണം. 415 വോൾട്ട് ±10% ആയതുകൊണ്ട് 500 വോൾട്ടിൻ്റെ വോൾട്ട്മീറ്റർ വേണം. ഓക്കെ, ഇനി ഇവിടെ ഓൾറെഡി ഇതിനകത്ത് മെഷീനകത്ത് വോൾട്ട് പാനലിലുണ്ട്. അത് നമുക്ക് ഇതിനകത്തുള്ള ഓൺ ചെയ്യുമ്പോൾ വോൾട്ടേജ് അറിയാൻ പറ്റൂ. ഓരോ വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സ്റ്റാറിലും ഡെൽറ്റയിലും എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ മീറ്ററാണ് നമുക്കിനി ആവശ്യം. ഈ മീറ്റർ തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ആവശ്യമുള്ള എന്താണ് 10 ആംപിയർ പോലത്തെ ഇവിടെ ഈ വൈൻഡിങ്ങുകൾ മാത്രം മതി. എന്താണ് A1 B1 C1 A2 B2 C2 മാത്രം മതി. ഇങ്ങോട്ടുള്ളതൊന്നും നമുക്ക് സ്റ്റാർട്ടറിൻ്റെ അതൊന്നും വേണ്ട. നമ്മുടെ മെയിൻ സപ്ലൈ പോയിൻ്റ് RIBയും വേണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് വയർ ചെയ്ത് തുടങ്ങാം. വയറിങ് എങ്ങനെയാണെന്നുള്ളത് ഞാനത് വ്യക്തമായിട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വയറിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. R ഫേസ് നേരെ വന്ന് അമ്മീറ്ററിൽ നിന്ന് നേരെ A1ലേക്ക്, A1ൽ നിന്നൊരു വയർ ഇവിടുത്തെ A1ലേക്ക്, അതുപോലെ Y ഫേസ് നേരെ B1ലേക്ക്, അങ്ങനെ A1 B1 C1 അതേപോലെ ഇവിടെ കറക്റ്റ് ഇവിടെ വയർ ചെയ്തിട്ടുണ്ട്. ഇനി A2 B2 C2 A2 B2 C2 വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ള 3 പോയിൻറ്റുകൾ നമ്മൾ ലിങ്കും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വോൾട്ട് മീറ്റർ കണക്ഷൻ കൊടുക്കാം വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട്. അതായത് ഏതെങ്കിലും ഒരു വൈൻഡിങ്, ഒന്നുകിൽ A1 A2 അല്ലെങ്കിൽ B1 B2 അല്ലെങ്കിൽ C1 C2 അക്രോസ് ആയിട്ട് വൈൻഡിങ് നമുക്ക് അക്രോസ് ആയിട്ട് നമുക്കിതൊന്ന് വയർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ A1 A2 അക്രോസ് ആയിട്ട്, അതായത് ആ ഒരു വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ട് നമ്മൾ വയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പവർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്യുമ്പോൾ ഞാൻ മെയിൻ പവർ ഓൺ ചെയ്തു. ഇവിടെ ഓഫാണ്, TPDT ഓഫാണ്. ഞാനിവിടെ ഓൺ ചെയ്തപ്പോൾ ഇവിടെ 390 വോൾട്ടേ ഇപ്പോൾ ലൈനിലുള്ളൂ. ഇതൊന്നും വർക്ക് ചെയ്തില്ല, കാര്യം ഇത് സ്റ്റാൻഡേർഡ് ഡെൽറ്റയിലോട്ട് മാറുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഞാനിനി മോട്ടോർ സൈഡ് ഫ്രീ ആണ്. മോട്ടോർ സൈഡ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ മോട്ടോർ സൈഡ് ഫ്രീ ആക്കി ലോഡൊക്കെ ഫ്രീ ആക്കി ഇട്ടിരിക്കുകയാണ്. ഇനി ഞാനിത് സ്റ്റാറിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാറിലോട്ട് മാറ്റി. ഈ സ്റ്റാറിലോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. ദേ ഇവിടെ വോൾട്ടേജ് കണ്ടോ, 215 ഉള്ളൂ അല്ലേ. 215 തികച്ചില്ല. അതേസമയം ഇവിടെ ലൈനിലെ വോൾട്ടേജോ 390 കറണ്ടോ 1 ആംപിയറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി നമുക്കത് സ്പീഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. മോട്ടർ ഇതാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് സ്പീഡ് ഇത് നമുക്ക് ടാക്കോമീറ്റർ വെച്ച്, നമുക്ക് ഡിജിറ്റൽ ടാക്കോമീറ്റർ വെച്ചിട്ട് നമുക്ക് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. 1496, അതായത് സ്ലിപ്പ് സ്പീഡ് ഉൾപ്പെടെ. അപ്പോൾ നെയിം പ്ലേറ്റിൽ പറഞ്ഞിരിക്കുന്നത് മിസ്റ്റേക്കാണ്, 1500 എൻ്റെ സ്പീഡ്. സ്ലിപ്പ് കുറഞ്ഞിട്ട് 1496 ഇവിടെ ഓക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റാറാണ്. ഒരു വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വെറും 215 ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ടും സ്പീഡിനൊരു വ്യത്യാസമില്ല. സ്റ്റാറിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കറണ്ട് 1 ആംപിയറേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റയിലോട്ട് മാറ്റാം. അപ്പോൾ ഡെൽറ്റയിലോട്ട് മാറ്റുക എന്നുള്ളത് അല്പം ശ്രമകരമായ പരിപാടിയാണ്, വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കത് സ്പീഡപ്പായിട്ട് ചെയ്യണം. ഒറ്റയടിക്ക് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് മാറുമ്പോൾ നമ്മൾ വളരെ സ്പീഡായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡെൽറ്റയിലേക്ക് മാറ്റാം. ഇതാ ഡെൽറ്റയിലേക്ക് അതിനെ ഇപ്പം പറ്റി. ഇപ്പോൾ അതേ ലൈനിലെ വോൾട്ടേജ് നോക്കിയേ, 380 ഉണ്ട് അല്ലേ. ഈ മീറ്ററിന് എന്തോ ഒരു എറർ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. 380 ആയിരിക്കില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീണ്ടും പഴയതുപോലെ സ്റ്റാറിലേക്കും ഡെൽറ്റയിലേക്കും മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മൾട്ടിമീറ്റർ വെച്ചുള്ള വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് കണ്ടോ, 2.93 ആംപിയറേ ഉള്ളൂ. ഇനി നമുക്ക് സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. ഇതാ ഇവിടെ മോട്ടറിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. ഇത് 1498-96 ആ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ സ്പീഡിന് വലിയ വേരിയേഷൻ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്ത്. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിമീറ്ററുള്ള വോൾട്ടേജ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പവർ ഒന്ന് ഓഫ് ചെയ്യാം.
അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ അതിനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ലൈൻ ഓൺ ചെയ്തു. വോൾട്ടേജ് ഇപ്പോഴും അതിനകത്ത് 390 കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ അത് ഓഫാണ്. ഞാനിപ്പോൾ നേരെ AC മൾട്ടിമീറ്റർ നമ്മുടെ AC 500 വോൾട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റാറിലേക്കൊന്ന് മാറ്റാം. ഓക്കെ, ഞാൻ സ്റ്റാറിലേക്ക് മാറ്റി. ഇപ്പോൾ വോൾട്ടേജ് ഉണ്ടോ? 220 വോൾട്ട് ഉണ്ട്. ഈ മീറ്ററിൽ 215 കാണിക്കും. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞില്ലേ മീറ്ററിൽ എന്തോ എററുണ്ട്. ഇനി നമ്മളതിനെ ഡെൽറ്റയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞു ഒരല്പം സ്പീഡ് കൂട്ടി നല്ല കാര്യക്ഷമമായി ചെയ്തേ പറ്റൂ. ഇതാ ഞാൻ ഡെൽറ്റയിലേക്ക് ഡയറക്റ്റ് അടിച്ചു. 383 വോൾട്ട് ഉണ്ട്. കാര്യം ഇതിനകത്ത് 340. അപ്പോൾ ഈ മീറ്റർ കംപ്ലൈൻ്റ് ആണെന്നുള്ള ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഇപ്പോഴും 340 കാണിക്കുന്നുള്ളൂ. 385 വോൾട്ട് ഉണ്ട് ഓൾറെഡി. ഓക്കെ, ആ 385 390 തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്പീഡ് നേരത്തെ കണ്ടു. ഇനി ഇത്രയേ ഉള്ളൂ ഒരു TPDT സ്വിച്ച് വെച്ച് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉണ്ടാക്കുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതിക്കൊള്ളട്ടെ. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.